യൂറോപ്യൻ ദൈവശാസ്ത്രം ഏത് കാലത്തും അപൂർണ്ണമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഏഷ്യയിലാണ് ഡാർവിൻ ജനിച്ചെങ്കിൽ ഇങ്ങനത്തെ ഒരു പുസ്തകം പുറത്തു വരില്ല. കാരണം ഏഷ്യക്കാർ ഏത് മതക്കാരാണെങ്കിലും ഏഷ്യക്കാർക്കൊരു പൂർണ്ണതയുണ്ട്. യൂറോപ്പ് അങ്ങനെയല്ല. യൂറോപ്യൻ മതങ്ങളെ കൊണ്ടുപോയി വെട്ടിയിട്ട് യൂറോപ്പിന്റെ ശൈലിയിലാക്കിയ ഒരു മതത്തെയാണ് യൂറോപ്പ് സ്വീകരിച്ചത്. അത് വലിയൊരു ചർച്ചയാണ്, ഇപ്പോൾ പറഞ്ഞാൽ തീരുവില്ല. നമ്മളുണ്ടല്ലോ, കായലിൽ മത്സ്യത്തിനെ പിടിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ വീട്ടിൽ വെച്ച് മുട്ടിയിൽ കൊണ്ടുവച്ച് നമ്മൾ എന്ത് ചെയ്യും, മുട്ടും നല്ല വെട്ടിയിട്ട് വാലും തലയൊക്കെ കളഞ്ഞിട്ട് പിന്നെ അകത്തുള്ളതൊക്കെ കളഞ്ഞിട്ട് പിന്നെ പാകത്തിന് പൊരിക്കാനുള്ള പാകത്തിനുള്ളൊരു മീനാണ് ചട്ടിയിലിടുക. അതുതന്നെയാണ് യൂറോപ്പിൻ്റെ മതം. യൂറോപ്പ് ഏഷ്യൻ മതം കൊണ്ടുപോയിട്ട് വാലും തലയൊക്കെ വെട്ടി, എന്നിട്ട് എല്ലാം വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സ്പണ്ടങ്ങൾ ഇന്റേണൽ ഓർഗൻസൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് പിന്നെ അവർക്ക് പൊരിച്ച് തിന്നാൻ പാകത്തിലുള്ള ഒരു മതത്തെയാണ് യൂറോപ്പ് സ്വീകരിച്ചത്. അപ്പോൾ പൂർണ്ണ മതം. അതുകൊണ്ടാണ് ഡാർവിനെ യൂറോപ്പ് പ്രസവിച്ചത്. ഇന്ന് കുറെ ഡാർവിനിസ്റ്റുകളെ ഏഷ്യക്കാർ പ്രസവിച്ചില്ലേ? പ്രസവിച്ചു. എന്താ കാരണം? കോളനൈസേഷന്റെ ഉൽപ്പന്നമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന ഡാർവിനിസ്റ്റുകൾ. കോളനൈസേഷന്റെ ഉൽപ്പന്നമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉള്ള യൂറോപ്യനൈസേഷനും യൂറോപ്യൻ എഡ്യൂക്കേഷനും. അതിന്റെ കാര്യം എന്താ? അത് ദൈവശാസ്ത്രം പഠിച്ചാലോ പൂർണ്ണമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ സമന്വയ വിദ്യാഭ്യാസത്തെ അടുത്ത കാലത്ത് എതിർത്തിട്ടുള്ളത്. ഞാൻ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ നീക്കുപോക്കുകൾ, മതത്തിന്റെ മുഴുവനും അടിസ്ഥാനമായ അതിന്റെ സ്പിരിറ്റിനെ തകർത്ത് കളയാൻ ഈ സമന്വയ വിദ്യാഭ്യാസം മാത്രം മതിയോ? എന്താ? യൂറോപ്യൻ മോഡലാണ് സമന്വയ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിനെ ക്ലാസ്സുകൾ തിരിക്കുക എന്ന സംവിധാനം പോലും യൂറോപ്യൻ രീതിയാണ്. ഏഷ്യയിൽ അങ്ങനത്തെ രീതിയല്ല. ഏഷ്യയിൽ ഗുരുവിൽ നിന്ന് പഠിക്കുക, തീരുന്നവരെ പഠിക്കുക. സിലബസ് സംവിധാനങ്ങൾ, സിലബസൊക്കെ നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ റൂഹ് നഷ്ടപ്പെട്ടു. നമ്മൾ വീട്ടിൽ വളർത്തിയിട്ട് കോഴിയെ തിന്നാന്ന് പറഞ്ഞാൽ അതിന് നല്ല പണിയാണ്, ഭയങ്കര പണിയാണ്. ഒരു 6 മാസം പിന്നെ കോഴി അടുക്കളയിൽ വന്ന് കാട്ടിക്കും, സിറ്റ് ഔട്ടിൽ വന്ന് കാട്ടിക്കും. ഇതൊക്കെ നോക്കണം, വലിയ പണിയാണ്. എന്നിട്ടാണ് ഈ കോഴിയെ തിന്നുക. ഈ കോഴിയെ തിന്നാൻ കുറച്ച് പണിയാണ്. അതേ സമയത്ത് പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കോഴിക്ക് ഈ പ്രശ്നമൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ടില്ലാതെ 100-200 ഉറുപ്പിക കോഴിയെ തിന്നാം. സൗകര്യമുള്ള കോഴിയാണ് കടയിലെ കോഴി. സൗകര്യം തീരെ ഇല്ലാത്ത കോഴിയാണ് വീട്ടിൽ വളർത്തുന്ന കോഴി. നമ്മൾ സൗകര്യത്തിന് പുറകെ ഓടുന്ന ജനങ്ങളാണ്. അപ്പം നമുക്കൊരു സൗകര്യമുള്ള മതം ഇപ്പം നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ മതത്തെ വീണ്ടും സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എല്ലാവരും. ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മതത്തെ സൗകര്യപ്പെടുത്തുക, പുതിയ സൗകര്യപ്പെടുത്തലുകൾ. അങ്ങനെ വെട്ടി ഇനി മതം പൂർണ്ണമായിട്ടുണ്ട്. ഇബ്രാഹിം കലീമിൻ്റെ കുട പോലെയാവും നമ്മുടെ മതങ്ങളൊക്കെ. അടുത്ത കാലത്ത് വെട്ടിക്കൊണ്ടേയിരിക്കുക, മതത്തിനെ വെട്ടിക്കൊണ്ടേയിരിക്കുക, മതത്തെ വെട്ടി. ആരെ വെട്ടുന്നത്? യൂറോപ്യൻ വിദ്യാഭ്യാസം കൊണ്ടുവന്ന സൗകര്യത്തിന്റെ പിന്നിൽ അതിനെ വലിയ സംഗതിയായി എടുത്ത ചില പ്രൊഫസർമാരും അവരുടെ കൂടെയുള്ള ആളുകളും ഇപ്പോൾ ഇസ്ലാം മതത്തെ തന്നെ വെട്ടിക്കൊണ്ടിരിക്കുക. പല നാടുകളിലും പണ്ടേ ഇസ്ലാം മതത്തെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. മലബാറിൽ അതുണ്ടായിരുന്നില്ല. മലബാറിൽ ഇസ്ലാമിനെ നശിപ്പിക്കുക സമന്വയ വിദ്യാഭ്യാസമായിരിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, പിന്നീട് വിശദീകരിക്കാം. യൂറോപ്പ് വരെ അപൂർണമാണ്. യൂറോപ്പിന്റെ തിയോളജി അപൂർണമായ തിയോളജിയാണ്. അതുകൊണ്ട് യൂറോപ്പിന് ഉത്തരമില്ല, പലതിനും ഉത്തരമില്ല. ഈ ഉത്തരമില്ലായ്മകൾ മനുഷ്യനെ അവിശ്വാസിയാക്കും. വലിയ വിഷയം. ഇപ്പൊ ദൈവം ക്രൂരനാണോ? ഇത്ര ദൈവം ക്രൂരനായതുകൊണ്ടല്ലേ ഒരാൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയതാ. 10,000-കണക്കിന്, എത്ര 10,000-ങ്ങളാണ് ഫലസ്തീനിലെ കുഞ്ഞുങ്ങളടക്കം കൊലപ്പെടുത്തപ്പെട്ടത്. നിങ്ങൾ എന്ത് ക്രൂരനായ ദൈവമാണ്? ദൈവത്തിന് ഇത് ഒഴിവാക്കാം, വിധിച്ചൂടെ? അതൊരു യുക്തിയുടെ ദൈവമാണ്. ആ ദൈവമല്ല യഥാർത്ഥ ദൈവം. അമേരിക്കയിൽ കുറച്ച് കാട് കത്തിയപ്പോഴത്തേനും ഇവിടെ കുറച്ച് ആളുകൾ വേറെയും പ്രസംഗിച്ചു. എന്ത്? ഇത് അമേരിക്കക്ക് ശിക്ഷ കിട്ടുന്നത് കണ്ടില്ലേ? അത് അമേരിക്ക കിട്ടിയ ശിക്ഷയാണ് എന്നിങ്ങനെ നമ്മൾ പറയാം. അപ്പോൾ കഅബാലയം വെള്ളത്തിൽ മുങ്ങിയിട്ട് പൊളിഞ്ഞു പോയതോ? അപ്പോൾ നമ്മൾ എന്താ പറയാ? വെള്ളത്തിൽ മുങ്ങി കഅബ പൊളിഞ്ഞു, അത് കഅബക്ക് കിട്ടിയ രക്ഷ ശിക്ഷയോ? അല്ല, നമ്മൾ പറയാം. കഅബാലയം തീ കത്തി, അതെന്തായിരുന്നു? വെള്ളപ്പൊക്കമുണ്ടായി, മസ്ജിദ് നബവി പൊളിഞ്ഞു വീണു. അപ്പോ അതോ? തീ പിടിച്ചിട്ട് കഅബാലയത്തിൽ സൂക്ഷിച്ചതെല്ലാം നശിച്ചുപോയി. അതെന്ത്? ഇപ്പോഴത്തെ പുതിയ വായനയെ പറ്റി. ഇതെല്ലാം പുതിയ വായന. ഈ വായന 2 പ്രശ്നം. ഒന്ന് അപൂർവമായ വായന, രണ്ടാമത്തേത് അത് വർഗീയതയെ വളർത്തുകയും ചെയ്യും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ 1-2 ആഴ്ചയിലെ വലിയ ചർച്ച, അമേരിക്കയിലെ ശിക്ഷ കണ്ടില്ലേ? ഒരാൾ അങ്ങോട്ട് പറഞ്ഞു, അപ്പോൾ ഫലസ്തീന്റെ ശിക്ഷയോ? തിരിച്ചിങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ നിരീശ്വരവാദികൾ പോസ്റ്റ് ഇട്ടു. എന്താ നിരീശ്വരവാദികളുടെ പുതിയ പോസ്റ്റർ?
10,000-കണക്കിന് ഫലസ്തീനികളെ കൊന്നപ്പോഴും കോടാനക്കോടി നഷ്ടം അമേരിക്കക്ക് വരുത്തിയപ്പോഴും ഇതെല്ലാം ചെയ്ത് നോക്കി നിന്ന ദൈവത്തെക്കാൾ ക്രൂരൻ ഇനി മറ്റാരാണ്? പുതിയ കോസ്റ്റ് ആരതിന് അവസരം ഒരുക്കിയത്? അവസരത്തിൽ ഇന്നത്തെ തിയോളജിസ്റ്റുകൾ അവർക്ക് ദൈവശാസ്ത്രം അറിയില്ല. ഇത് ഒരു നിലയ്ക്ക് ഇത് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ വായനകൾ സലഫി വായനകളാണ്, സുന്നി വായനകളല്ല. പക്ഷെ സുന്നികൾ ഇപ്പോൾ ഈ വായനയാണ്, സലഫി വായനയാണ് ഇപ്പോഴത്തെ വായന. സലഫി വായനയുടെ അടിസ്ഥാനം എന്താ? യൂറോപ്യൻ തിയോളജിയാണ്. യൂറോപ്യൻ വായന സലഫി വായനയായി. സലഫി വായന ഇപ്പോൾ ലോകത്തെ മൊത്തം വായനയായി. ഓരോന്ന് ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങോട്ട് ആയിപ്പോവുകയാണ്. അതായത് എന്ത്? അവരെ തീ കത്തിയാൽ അത് അവർക്ക് ശിക്ഷ, അവിടെ വെള്ളപ്പൊക്കം വന്നാൽ അവർക്ക് ശിക്ഷ. സലഫി വായനയാണ്. സലഫി വായന എവിടുന്ന സലഫികൾ പഠിച്ചത്? സലഫികൾ യൂറോപ്പിൽ നിന്നാണ് പഠിച്ചത്. യൂറോപ്യൻ വായനയാണ് സത്യ സലഫി വായന. ആ സലഫി വായനയാണ് ഇന്ന് മൊത്തം സുന്നി വായന. ഫലത്തിൽ സുന്നി പണ്ഡിതന്മാർ ഇപ്പോൾ ഒരു 90% അവരിൽ നിന്നിരുന്നത് സലഫി തിയോളജി, സലഫി രീതികൾ, സലഫി സംവിധാനങ്ങളോടുള്ള താതാത്മ്യപ്പെടലുകൾ, ഇതൊക്കെയാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക? അടുത്ത തലമുറയിൽ നിരീശ്വരവാദികൾക്ക് ആക്കം കൂട്ടാൻ ഈ സലഫി തിയോളജി മതിയാവും. എന്തുകൊണ്ട്? ഈ തിയോളജി യൂറോപ്യൻ തിയോളജിയെ അഡോപ്റ്റ് ചെയ്തതാണ്. യൂറോപ്യൻ തിയോളജി കൃത്യമായ പൂർണ്ണമാണ്. നമ്മുടെ വാലും തലയും വെട്ടിയ ഒരു ദൈവമാണ് അവരുടെ ദൈവം. മതം അങ്ങനെ തന്നെയാണ്. അതാണ് സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളിലേക്ക് കയറി വന്നത്. അതാ സംഭവിച്ചത്.